ജനനായകന് വേണ്ടി കാത്തിരിപ്പ് തുടരാം. നമുക്ക് ഇന്നലെ ആയിരുന്നു ജനനായകന്റെ വിധി പറഞ്ഞ ദിവസം. ഇന്നലെ അത് റദ്ദാക്കി. ഇപ്പം വീണ്ടും അപ്പീൽ കൊടുത്ത് ഇനിയിപ്പം എന്ന് സിനിമ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ഇപ്പം ഭയങ്കര ഒരു സംശയമായിട്ടിരിക്കുകയാണ്. എന്തായാലും ഫെബ്രുവരി ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു, ഫെബ്രുവരി 13, 4. ഇപ്പം ഫെബ്രുവരി വരുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പം ഉള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ഷന് ശേഷം, തമിഴ്നാട് ഇലക്ഷന് ശേഷം ആയിരിക്കും ഒരു റിലീസിന് സാധ്യത എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ഒരു ചെറിയ സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, നമ്മുടെ ദളപതി വിജയ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ കാർഡിന് പകരം CM ദളപതി വിജയ് എന്നുള്ള രീതിയിൽ വരുമെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് എന്തായാലും ഇപ്പം അങ്ങനെ ആശ്വസിക്കാം. അപ്പം എന്തായാലും ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇതിനും ഭയങ്കരമായിട്ടുള്ള ഓരോരോ സീൻസ് അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങളുള്ള പല സിനിമകളും ഒരു പ്രശ്നമില്ലാതെ ഇറങ്ങുന്നുണ്ട്. എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജനനായകൻ എന്ന് പറയുന്ന സിനിമയല്ല പ്രശ്നം, അതിനകത്ത് നായകനാണ് പ്രശ്നം. നമ്മുടെ ദളപതി വിജയ് തന്നെയാണ് അതിനകത്തെ പ്രശ്നം. വ്യക്തിപരമായുള്ള രീതി പ്രശ്നം തന്നെയാണ് ഈ സിനിമയെ ബാധിച്ചിരിക്കുന്നത്. പിന്നെ പുള്ളി രാഷ്ട്രീയമൊക്കെ തുടങ്ങി അതിൻ്റെ ഓരോ പ്രശ്നങ്ങളും രാഷ്ട്രീയപരമായ കളികളാണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് നമുക്ക് ഇനി പോക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം എന്തായാലും അവിടുത്തെ ഇലക്ഷൻ എടുത്തു. അപ്പം ഇനിയിപ്പം എന്നാണ് റിലീസ് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അതുമാത്രമല്ല, ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം എടുത്തേക്കുന്നത് ആമസോണാണ്. അപ്പോൾ അവരിനിയും ഇത് കോടതി സമീപിക്കുമെന്നൊക്കെ അറിയുന്നു. അപ്പം എന്തായാലും നമുക്ക് എങ്ങനെയും അണ്ണൻ്റെ ആ സിനിമയൊന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും OTT ഇറങ്ങത്തില്ല, തിയേറ്ററിൽ തന്നെ ആയിരിക്കും റിലീസ് ഇറങ്ങുവാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിപ്പ് തുടരാം. എന്തായാലും നല്ലൊരു സന്തോഷകരമായ ഉത്തരവ് എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ നമുക്ക്. അപ്പം എന്തായാലും ജനനായകന് വേണ്ടി നമുക്ക് കാത്തിരിപ്പ് തുടരാം.